ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരസ്യം, അതായത് ഒരു ആഡ്, ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഡോ ഷോർട്ട് ഫിലിമോ ഷൂട്ടോ എന്തായാലും ഒരു സംഭവം, ആ സംഭവം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര സമയം എടുക്കും? നമ്മുടെയൊക്കെ ചെറിയ പരിപാടികളൊക്കെ ആണെങ്കിൽ ഒരു 2-3 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 2 മാസം, പോട്ടെ ഒരു 6 മാസം കൂട്ടിക്കോ. പക്ഷേ ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി 15 വർഷം എടുത്ത ഒരു ആടുണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പം നിങ്ങൾ വിശ്വസിക്കുമോ 15 വർഷം കൊണ്ട് ഒരു ആഡ് ഷൂട്ട് ചെയ്തു, ഒരു പരസ്യം ഷൂട്ട് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് സംഭവം. അപ്പോൾ ആ വീഡിയോ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകും. 15 വർഷം എടുത്ത് ഷൂട്ട് ചെയ്ത ആഡ് ഫിലിം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട്. ഫ്ലൈറ്റാണ്, ചേച്ചി എയർപോർട്ടാണ്. എല്ലാവരും ഭയങ്കര തിരക്കാട്ടോ, ഫ്ലൈറ്റ് പോകാൻ പോകും. എല്ലാവരും ഓടണം ഒരു കൂട്ടം. എന്തോ സംഭവം, എന്താണോ ഫ്ലൈറ്റൊക്കെ പിടിച്ചിർത്താനോ അതിനിങ്ങനെ ഉറപ്പ് വരും. ഫ്ലൈറ്റ് പോയി. Mr. Smith, can you look outside? There's a message for you. എന്ത് മെസ്സേജ്? ഓ, it's a boy. ആഹാ. അത് കഴിഞ്ഞിട്ടുള്ള സീനാണ്. Good morning, sir. Oh. Good morning. ആ പുള്ളിക്കാരന്റെ മോനും. Here you are. Have a nice flight. Thank you. എന്തോ പ്ലാൻ ചെയ്യണ്ടല്ലോ. Okay, go, go, go! Yeah, I found them. They are the 864. ഫസ്റ്റ് എല്ലാവരും ഓടുക. Welcome on board on your flight is in 501. We are fully ready for departure and enjoy your flight. 15 വർഷം വെയിറ്റ് ചെയ്തത്. സിംഗപ്പൂരിൽ വന്ന് നിന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ പോയി. Mr. Smith Jr., can you look outside? ജൂനിയറിന് There's a മിസ്റ്റർ surprise for you. സ്മിത്ത് ജൂനിയർ, ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ മോനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടും, ഇങ്ങനെ കിട്ടും. പൊളി അളിയ തീർച്ചയും ശരി കേട്ടോ. നമ്മൾ ആ സെയിം ആദ്യം കണ്ട ആ പുള്ളിക്കാരൻ തന്നെ ഫ്ലൈറ്റിൽ കയറി പോയപ്പോൾ പുള്ളിക്കാരനൊരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞ് താഴത്തേക്ക് നോക്കി ഇറ്റ്സ് എ ബോയ് എന്നും പറഞ്ഞു. രണ്ടാമത്, അതായത് അത്രയും വർഷം, ആ ഒരു ടൈം 15 വർഷം വെയിറ്റ് ചെയ്ത് പുള്ളിക്കാരൻ വീണ്ടും ഫ്ലൈറ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ തേണ്ടാ പുള്ളിക്കാരൻ്റെ മോനെ അവിടെ ഇരുന്ന് മറ്റേ റിസപ്ഷനിലിരുന്ന് മറ്റേ ചേച്ചി മനസ്സിലാക്കി. കിട്ടില്ല അല്ലേ? മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരി ആ ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. പ്യുവർ. അപ്പോൾ ഇത് ഈ കുഞ്ഞു വീഡിയോ, ഇപ്പോൾ ഈ 15 വർഷം വെയിറ്റ് ചെയ്ത് എടുത്ത ആർട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെറിയൊരു വീഡിയോ, എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി വന്നു. അപ്പോൾ അത് കാരണം നിങ്ങളെ കൂടെ കാണിച്ചു തരണമെന്ന് ഓർത്തു, കാണിച്ചു തന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായി കാണുന്നവരെ ബൈ ബൈ.